പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കും പിണറായി വിജയൻ തന്നെ എന്റെ വായിൽ പെട്ടെന്ന് മുഖ്യമന്ത്രി എന്നാണ് വന്നത്. 10 വർഷം പറഞ്ഞു തഴമ്പിച്ചത് കൊണ്ടാണ്. അപ്പോ അദ്ദേഹത്തെ തന്നെയാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവാൻ വരുന്നത്. വി.ഡി. സതീശൻ അദ്ദേഹം പോയി പിണറായി വിജയനെ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി വിജയനിലേക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എത്തിയത്? മറ്റ് നേതാക്കൾ, അതായത് കെ.എൻ. ബാലഗോപാലിന്റെ പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, റിയാസ് ആകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതായത് താരതമ്യേന യുവത്വത്തിലേക്ക് അത് പോകാതെ പിണറായി വിജയനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒന്ന്, അത് പാർട്ടി എടുക്കാൻ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ നേരത്തെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പേരുകാർ ഇപ്പം സത്യത്തിൽ ആക്കണമെങ്കിൽ ആക്കാൻ തന്നെ CPM ആളുകളില്ല ശരിക്കും. അപ്പം ആക്കണമെങ്കിൽ താങ്കൾ പറഞ്ഞ ആദ്യത്തെ പേരുകാരൻ കെ.എൻ. ബാലഗോപാലാണ്. കെ.എൻ. ബാലഗോപാൽ ആ പോസ്റ്റിലേക്ക് അത്രത്തോളം സ്യൂട്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹത്തെ പണ്ട് എറണാകുളത്ത് SFIയുടെ ജില്ലാ സമ്മേളനം 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറും രീതികളും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന, ആരോടും അങ്ങനെ ദേഷ്യപ്പെടാത്ത, ഈവൺ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ടെങ്കിൽ പോലും അദ്ദേഹം പ്രൊവോക്കഡ് ആകാത്തൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു കേരളത്തിൽ അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രതിപക്ഷ നേതാവായ പോരാ. കാരണം CPM തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആക്കിയിട്ട് അത് പ്രയോജനമില്ല. പിന്നെ ആക്കാൻ പറ്റുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാനൊക്കെ ആക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മിക്കവാറും മറ്റേ ഇപ്പം തന്നെ 35 സീറ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് എത്രയിലേക്ക് എത്തിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അടുത്തതാകാൻ കഴിയുന്ന ആരാന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസാണ്. ഈ മുഹമ്മദ് റിയാസ് ആയാൽ പോലും ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാവും. കാരണം അത് മുഹമ്മദ് റിയാസിനെ ആക്കിയിരിക്കുന്നത് മനഃപൂർവ്വമാണ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടാകാം ഒന്ന്. മറ്റത് അദ്ദേഹത്തിൻ്റെ മറ്റു പല കാര്യങ്ങൾ. ഇപ്പം ഞാനത് അദ്ദേഹം ജനിച്ച ഒരു മതത്തിലാണ്, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളൊക്കെ പടക്കം പല കാര്യങ്ങളും പ്രശ്നമായി വന്നേക്കാം. അത് ഒരു കണക്കിന് അഡ്വാൻറ്റേജ് ആവുകയും ചെയ്യുമല്ലോ 5 കൊല്ലം കഴിയുമ്പോൾ, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഉള്ളതിൽ നിന്നല്ലേ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ രാജിവെപ്പിച്ചിട്ട് വീണ്ടും ഒരു MLA മത്സരിപ്പിച്ച് ജയിപ്പിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ജയിച്ചേക്കണവർ തന്നെ വല്ല 500,000 വോട്ടിനൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത് ജയിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ ആകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ ഇത് കടിപിടിച്ച് മേടിച്ചു എന്നുള്ള നിലക്കാണ്. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ലൈവായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിരമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പാർട്ടി അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നമ്മളിവിടെ ഒരു പൊതുജനം ഒരു നരേഷന്റെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 66 ലക്ഷം വോട്ടുകളാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കണം. ഏത് ഈ 2024 നിങ്ങൾ 2025 നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ശരിയാണ് അവർ തോറ്റു. പക്ഷെ എപ്പോൾ പോലും കിട്ടിയത് 71 ലക്ഷം വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 66-ൽ നിന്ന് 65,900-ൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 71-ലേക്ക് അവർ ഉയർന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 5 ലക്ഷം വോട്ടുകളുടെ വർധനമുണ്ടായി. ഇപ്പൊ കിട്ടിയേക്കണ വോട്ട് എത്രയാണെന്നറിയോ? 81 ലക്ഷം വോട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് 71-ൽ നിന്ന് പിന്നെയും 10 ലക്ഷം വോട്ടുകൾ കൂട്ടി. അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആളുകൾ വിചാരിക്കുന്ന പോലെ ഇത് പിണറായിയുടെ മുഖം കാണിച്ചപ്പോൾ എല്ലോ വോട്ടും കൂടി പോയി എന്നൊക്കെ ഉള്ളത് നമ്മൾ വെറുതെ ഇങ്ങനെ റിസൾട്ട് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ശരിയാണ് 102 പേര് എന്ത് ചെയ്തു തോറ്റു, 99-ൽ 35 കുറഞ്ഞു എന്നൊക്കെ തോന്നാം. പക്ഷെ അത്രത്തോളം പോലെ വോട്ടുകളുടെ കുറവല്ല ഉണ്ടായിട്ടുള്ളത്. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ മുഖമായിരുന്നില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിണറായി കൺസിഡർ ചെയ്തുകൊണ്ടല്ല ആളുകൾ വോട്ട് ചെയ്തത്. ഈ 2 സന്ദർഭങ്ങളിലാണ് LDFന് വലിയ പരാജയം ഉണ്ടായത്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരാൻ പിണറായിക്ക് കഴിയും എന്ന് പറയുന്നൊരു ഫീൽ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അത് ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ്. തുറന്നൊക്കെ ഇപ്പം നമ്മൾ 10,000 വട്ടം അദ്ദേഹത്തെ പലരുമൊക്കെ വിമർശിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തെ പോലെ ഏബിളായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം കഴിവുള്ള ഒരു നേതാവിനെ പെട്ടെന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനടക്കം ഇപ്പം തുറന്നു പറഞ്ഞാൽ മോദിയെ ഞാൻ നിരന്തരമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിപരമായി നോക്കുമ്പോൾ ഭയങ്കര കഠിനാധ്വാനിയായിട്ടുള്ള വലിയ എഫേർട്ട് എടുക്കുന്ന വലിയ തന്ത്രശാലിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു നേതാവാണ്. അപ്പോൾ അത്തരത്തിലൊരു നേതാവിനൊന്നും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യൽ എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്തവണ പിണറായി തന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ. അല്ലാതെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇപ്പോൾ അടുത്ത 5 കൊല്ലം പിണറായി തുടരുകയും 5 കൊല്ലം കഴിഞ്ഞ് അധികാരത്തിലേക്ക് വന്നാൽ പിണറായി തന്നെ 87-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി വരും എന്നൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, വിചാരിക്കുന്നില്ല. സത്യത്തിൽ CPM ആലോചിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പിണറായിയുടെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. 15 വർഷം തുടർച്ചയായിട്ട് പാർട്ടിയെ നയിച്ചതാണ് അദ്ദേഹം. അതിനുശേഷം 10 വർഷം മന്ത്രിസഭ
കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അത് നയിക്കണം എന്നുള്ള കൃത്യമായ ഒരു അച്ചടക്കത്തോടുകൂടി ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയാം. ഇനി ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്ത ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം കൂടിയായിട്ട് CPM ഉപയോഗിക്കും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് CPM-ന് അതിനുള്ള വലിയൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം എന്താ, ഇപ്പൊ ആകെ 35 സീറ്റിലെ നിലവിലുള്ള MLA-മാരുള്ളൂ. ബാക്കിയുള്ള ഈ പറയുന്ന 115 സീറ്റുകളിലും അവർക്ക് എന്തില്ല. പുതിയ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെയുള്ള എഫേർട്ടുകളും ഒക്കെ തന്നെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഞാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ വ്യക്തിപരമായി പിണറായി കാണുന്ന ഒരു കാര്യം കൂടി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം അദ്ദേഹം ഉണ്ടാക്കിയത് ഒരു വലിയ നേട്ടമല്ലേ. കേരളത്തിൽ ഇന്നുവരെ കാണാത്തൊരു തുടർ ഭരണം സമ്മാനിച്ചതല്ലേ. വെള്ളാപ്പള്ളി നടേശനൊക്കെ ചോദിച്ചല്ലേ, ഘടകകക്ഷികൾ ഇത്രമാത്രം വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, 10 കൊല്ലം ഭരിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? വേറെ ഏതെങ്കിലും ഒരു ഭരണത്തിന് കേരളത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞൊരു തുടർ ഭരണം എക്സാക്ട്ലി ഒരു ഭരിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. 7 കൊല്ലമൊക്കെ ഭരിച്ച് മുഖ്യമന്ത്രി ഉണ്ട്, അതൊക്കെ മറ്റ് സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരു പ്രതീതി നിർമ്മാണം നടത്തിയേക്കുന്നത് പിണറായിയുടെ മുഖം കാണിച്ചുകൊണ്ട് മാത്രമാണ് വോട്ട് പോയെന്നാണ്. ഫാക്ട്സ് പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് 66 ശരിയാണ്. കഴിഞ്ഞ 2021 നിന്ന് ഏതാണ്ട് 12 ലക്ഷം 13 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ UDF-ഉമായിട്ട് ഒരു 19 ലക്ഷം 18 ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ നമ്മൾ ലോക്കൽ ബോഡിയും പാർലമെൻറ്റും ഒക്കെ എടുത്തു വെച്ചാൽ അതിൻ്റെ വീഴ്ചയിൽ നിന്ന് ഉണർന്നെണീക്കാണ് ചെയ്തത് പിണറായിയുടെ മുഖം കാണിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായിനെ സംബന്ധിച്ചോളം ഇത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ, പിണറായി വ്യക്തിപരമായ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഇമേജോടുകൂടി എന്ത് ചെയ്യണ്ട, പോകണ്ട, പകരം എന്ത് ചെയ്യാം, ഒരു ഇമേജ് എന്ത് ചെയ്യാം, കുറെ കൂടി ബിൽഡ് ചെയ്ത്, ഇപ്പൊ മുഖ്യമന്ത്രി ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യും. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നല്ലതായിരുന്നു എന്നൊക്കെ പറയാൻ അധിക നാൾ വേണ്ട. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, ശരിയാണ്. ഞാനടക്കമുള്ള ഇപ്പൊ നമ്മളടക്കമുള്ള ആളുകൾ ഇപ്പൊ മാറ്റി പറയാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തല്ലോ, ആളുകൾക്ക് പോയി പുല്ലി അധികാരത്തു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ തോന്നുന്നുണ്ടോ, നമ്മളിപ്പോൾ മറ്റൊരു ടോപ്പിക് എടുക്കുന്നതാണ്, ഇത് ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കി വളരെ സുന്ദരമായി കോൺഗ്രസ് ഭരിക്കുമെന്ന് അറിയുന്നുണ്ടോ? ഇപ്പം തന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ VD സതീശൻ ഏതാണ്ട് ഒരു പകുതി മുഖ്യമന്ത്രിയാണ്. ഇപ്പം 3 പേരും ആ കസേരയിൽ ഇരിക്കാൻ പോവാണ്. സത്യം പറഞ്ഞ ഒരു കസേര വെട്ടിമുറിച്ച് 3 പോവാണ്. അതിൽ മന്ത്രിമാർ ഓരോരുത്തരും അവരുടെ സാമ്രാജ്യത്തിലായിരിക്കും. അത് KC ഗ്രൂപ്പുകാർക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടാവും. പ്ലസ് ഇപ്പം രമേശ് ചെന്നിത്തലക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ പകുതി ബലം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇനി കേരളം കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 6 മാസം കഴിഞ്ഞോ 1 മാസം കഴിഞ്ഞൊക്കെ ഇപ്പം മാധ്യമങ്ങളും എന്ത് ചെയ്യും, ഏഷ്യാനെറ്റ് മീഡിയ കൊണ്ടൊക്കെ ഇനി എന്ത് ചെയ്യും, ഇനിയും ഇരുന്ന് മറ്റേ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുകളും എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട്. രാവിലെ എഴുന്നേറ്റ് പിണറായിക്കെതിരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനലുകൾ ഇനി എത്ര കാലം പറയുന്നത്? ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, പുള്ളി ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല, കുറച്ച് വൈകിയാണ് എണീക്കണം, വളരെ മോശമാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യും, ഇത് പറയോ? ഇവിടെ ഭരണത്തിൽ 150 പ്രശ്നങ്ങളായിരിക്കും. ആ 150 പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പോലും പറ്റാതെ. ഇപ്പം മോദി ഭരിക്കുമ്പോൾ അത് സാധ്യമാകുന്നുണ്ട്. കാരണം മോദിനെ കുറിച്ച് കുറ്റം പറയാതെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ ആ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ കുറെ കൂടി ബുദ്ധിമുട്ട് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റും ഈ 10 ദിവസം ഡിലേ എടുത്തത്? ഒരങ്ങനെ ആയിരിക്കാൻ പറ്റില്ല. മീഡിയ കൊണ്ടും ഏഷ്യാനെറ്റും ഒക്കെ ശരിക്കും സതീശൻ്റെ അടുത്ത് അലക്ക് വെച്ചേക്കാണ്. അവർ തന്നെ ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാൽ വൃത്തിയിട്ടവനാണെന്നും അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ പാഴാണെന്നൊക്കെ പറയുന്ന വാർത്തകളാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കൊടുത്തോണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഇനി ഇത് ഭയങ്കരമായി മാറാൻ പോവുകയാണ്. നമ്മൾ തന്നെ കഴിഞ്ഞോളൂ, ഷാഫി പറമ്പില്ല എൻ്റെ ഇമേജ് മുഴുവൻ തകർന്നടിയുന്നത് കണ്ടു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന ആളുകൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഒരുപക്ഷെ ഇതിൽ നിന്ന് എന്ത് ചെയ്തേക്കും, മാറിയേക്കും. ഇനി ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തൽക്കാലം പിണറായിക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാമെന്ന് എന്ത് ചെയ്തു, പാർട്ടി വിചാരിച്ചു. പാർട്ടിക്ക് ഈ ഇമേജ് ബിൽഡിങ്ങിനൊരു വലിയ കുഴപ്പം കൂടിയുണ്ട്. നമ്മൾ ആരെയാണോ വലിയ തോതിൽ എതിർക്കപ്പെടുന്നത് അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അമേരിക്കയിലേക്ക് വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. വംശഹത്യ നടത്തി എന്ന് പറഞ്ഞു ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രി നേരിടാത്ത വലിയ തോതിലുള്ള വെറുപ്പ് സമ്പാദിച്ചതാണ്. ആ വെറുപ്പ് സമ്പാദിച്ച മുഖ്യമന്ത്രി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, പ്രധാനമന്ത്രിയായി മാറുകയും ആ പ്രധാനമന്ത്രി ഏറ്റവും ജനപിന്തുണയുള്ള ഒരാളായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. അത്തരത്തിലുള്ളൊരു തിരിച്ചുവരവിന് പിണറായിക്ക് സാധ്യമാകുമെന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ ഈ പറയുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് പാർട്ടി സത്യം പറഞ്ഞാൽ
പിണറായി തന്നെ നിന്നോട്ടെ. കാരണം പിണറായിക്ക് തിരിച്ചു വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു കുറ്റബോധവും കൂടി ഉണ്ടാവും നിന്ന്. ഇപ്പം റിയാസനാക്കി വെച്ചു, കെ എൻ ബാലഗോപാൽ ആക്കി വെച്ചു, ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളൊക്കെ ഇരുന്ന് വെറുതെ ആവശ്യമില്ലാതെ പുള്ളിനെ കുറ്റം പറയുന്നുള്ളത് എന്തുണ്ടാവും? ഫീലിംഗ് പുള്ളി ശരിയാണ്, ഒരു പ്രായമുള്ള ഒരാളല്ലേ, ധിക്കാരം കാണിച്ചു, ധാർഷ്ട്യം കാണിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് പുള്ളിയുടെ ഭരണമൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ പെൻഷൻ മുടങ്ങും, ഇവിടെ ബാക്കിയുള്ളതെല്ലാം മുടങ്ങും, ഇവിടെ കൂട്ടയിടിയായിരിക്കും, മിക്കവാറും MLA-മാർ തമ്മിൽ കത്തിക്കുത്ത് ഉണ്ടാകാതിരുന്ന ഭാഗ്യം. മറ്റേ KPC ഓഫീസിന് താഴെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കത്തിയും ആയുധങ്ങളൊക്കെ മാറ്റിക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതേ അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇപ്പം സത്യത്തിൽ ഒന്ന് ആലോചിക്കും, ഇപ്പം പിണറായി ഫ്രീ ആയി. കാരണം വെച്ചാൽ KC വൃത്തിയിട്ടവനായി, അധികാരമോഹിയായി, മനസ്സിലായോ? രമേശ് ചെന്നിത്തല മോശക്കാരനായി. ഇനി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താണ് മറ്റേ ഫ്ലെക്സിൽ തുപ്പുന്ന ലെവലിലേക്കൊക്കെ എന്ത് ചെയ്തു? പിണറായി വിജയൻ ആളുകൾ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പിണറായി വിജയൻ്റെ ഫ്ലെക്സ് ഇതിൽ ഇതേവരെ ഒരാൾ ഇത് എന്ത് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ഹോർഡിങ്ങൊക്കെ വലിയ ഉയരത്തിലാണ്. ഒരു ഉയരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ തുപ്പുന്ന രംഗം നമ്മൾ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? കരിയോയിൽ ഒഴിക്കുന്നു, തുപ്പുന്നു, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ച് കീറുന്നു. ചാണ്ടിയുമ്പം വന്നിട്ട് പറയുന്നു അവർ കോൺഗ്രസ്സുകാരല്ലെന്ന് പറയുന്നത്. അവർ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ കീറിയവരൊക്കെ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ കോൺഗ്രസ്സുകാരല്ലെന്ന് പറയല് എന്തുണ്ട്? ഇത് ട്രെയിലർ മാത്രമാണ്. ഇനി മറ്റേ മന്ത്രിമാരെ തീരുമാനിക്കുന്ന അംഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കുള്ള ഇടി എന്താണെന്ന് എന്ത് ചെയ്യണം? സത്യത്തിൽ സതീശൻ എന്തെങ്കിലും വകുപ്പ് കിട്ടുമെന്ന് ഇപ്പം എൻ്റെ ടെൻഷൻ. സതീശൻ വല്ല മറ്റേ പട്ടികവർഗ വകുപ്പോ അല്ലെങ്കിൽ മറ്റേ ചിഞ്ചുറാണി എടുത്ത പോലെയുള്ള പോലെ മൃഗസംരക്ഷണവും കൊടുക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി മാറുമോ എന്നുള്ള സംശയം പോലും എനിക്ക്. ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് എന്ത് ചെയ്യണ്ടേ? പ്രജിത് ശ്രദ്ധിച്ചു നോക്കിയിട്ട വളരെ കീനായി പ്രജിത് നോക്കിക്കോ. ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒട്ടും സന്തോഷമില്ലാത്ത ഒരാൾ VD സതീശനെ. സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് അദ്ദേഹം വളരെ പ്ലസന്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്ലെക്സിലും ഫോട്ടോയിലും പോലും എന്തല്ല ഒരു കൃത്രിമമായിട്ടുള്ള ശരിയായിട്ടാണ് എനിക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ അടുത്തൊരു തമാശ കൂടി പറയാം. ആ തമാശ എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന് 102 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പിണറായിയുടെ സന്തോഷം പോകുന്നതാണ്. പിണറായി വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്ന് മാറും, എന്നും ഏറ്റവും മുഖ്യമന്ത്രി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിരി വന്നു. കാരണം ഇവരിനി കെയർടേക്കർ എന്നെ മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ എന്നെ മാറ്റൂലെന്ന്. പക്ഷെ അതേസമയം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഈ പറയുന്ന VD സതീശൻ, ഇവരുടെ 3 പേരുടെ മുഖത്ത് ഇപ്പോഴും ഒരു സന്തോഷമില്ല. ഈ പാവ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മറ്റേ ഗുരുവായൂർ പോയി തൊഴുതിട്ട് വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് എന്തില്ല. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ വിചാരിക്കും രമേശ് ചെന്നിത്തലയും തോറ്റി, കോൺഗ്രസ് തോറ്റെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാടെന്ന് തോറ്റോന്ന് എന്ത് ചെയ്യും? വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ കാർ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ ഈ ന്യൂസ് വെച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളി എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാനിതാ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് രതീഷ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. സത്യത്തിൽ ഈ പുള്ളി ഹരിപ്പാട് തോറ്റോ അതോ കോൺഗ്രസ് തോറ്റോ നമുക്ക് എന്ത് സംശയം തോന്നും എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അടുത്ത എന്നോട് പറഞ്ഞ കമന്റ് ഉണ്ട്, 2021 തോറ്റപ്പോൾ പോലും പുള്ളിക്ക് ഇത്ര വിഷമം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഫീല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് പിണറായി വിജയന് തിരിച്ചു വരാൻ പറ്റും, തിരിച്ചു വരാൻ കഴിയും എന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? CPM-ന് അറിയാം. വെറുതെ പഠിക്കാതൊന്നും ആക്കിയേക്കണല്ലേ. പിന്നെ ചില ആളുകൾ പറയും പുള്ളിക്ക് അധികാരമോഹമാണ്, പുള്ളി ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയും. അതൊക്കെ ആളുകൾ എന്ത് ചെയ്യും, അവരവരുടെ രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറ്റി അധികാരമോഹമില്ലാത്ത ആളുകളൊക്കെ ഇനി എന്ത് ചെയ്യും ഭരണത്തിൽ, ഒട്ടും അധികാരമോഹമില്ലാത്ത, കസേര കിട്ടിയാൽ എന്ത് ചെയ്യാത്ത, ഇടിയുണ്ടാക്കാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും. ഇപ്പം തന്നെ നമ്മളത് കണ്ടല്ലോ. ശരിക്കും VD സതീശൻ പറയണ രമേശ് ചെന്നിത്തല ആയിക്കോന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പറയണേ നിന്ന് KC വേണുഗോപാൽ ആവുന്നു പറഞ്ഞാൽ. കാരണം ഇവർക്ക് ആർക്കും എന്തില്ല, അധികാരമോഹം ഇല്ല.